കുറച്ച് നാളുകൾക്ക് മുമ്പാണ് ഉദയഗിരിജ ഉണ്ടെങ്കിൽ വീണ്ടും ഗർഭിണിയായെന്നുള്ളൊരു വിവരം ഉണ്ടെങ്കിൽ വെളി വന്നിട്ടുണ്ടായിരുന്നു. ആ സമയത്തുണ്ടെങ്കിൽ ഒരുപാട് പേര് കൺഗ്രാറ്റ്സും കാര്യങ്ങളൊക്കെ അറിയിച്ചിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞതിന് ശേഷമായിരുന്നു ഒരു ചടങ്ങ് പോലെയൊക്കെ നടത്തിയിട്ടുണ്ടായിരുന്നു. പക്ഷേ അതിനകത്തുണ്ടെങ്കിൽ അനാമികയൊന്നും പങ്കെടുത്തിട്ടില്ലായിരുന്നു, ബാക്കി എല്ലാവരും ഉണ്ടായിരുന്നു. സോ ഈ സമയത്തുണ്ടെങ്കിൽ ഒരുപാട് പേര് ചോദിച്ചു അനാമികയായിട്ട് അടിച്ച് പിരിഞ്ഞോ എന്നുള്ള രീതിയിലുള്ള ഒരുപാട് ചോദ്യങ്ങളും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അതിന് മറുപടി എന്നുള്ള രീതിയിലുണ്ടെങ്കിൽ അനാമിക ഒരു വീഡിയോ ഒക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. ഇതിനെക്കുറിച്ച് ചർച്ച ചെയ്യുന്ന അതേ സമയത്ത് തന്നെ ഉദയഗിരിജ പിന്നെ ഗർഭിണിയായതിനെക്കുറിച്ച് ഒരുപാട് പേര് സംസാരിക്കുന്നുണ്ടായിരുന്നു. ഈ പ്രായത്തിൽ എന്തിനാണ് ഇങ്ങനെ ഗർഭിണിയാവുന്നത്, ഇതത്ര മാനക്കേടല്ലയോ, അങ്ങനെ ഇങ്ങനെയാണെന്ന് പറഞ്ഞുകൊണ്ടെങ്കിൽ ഒരുപാട് പേര് കമൻസും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. സോ അതിനും കൂടെ ചേർത്താണ് ഇത് കണക്കുണ്ടെങ്കിൽ അനാമിക മറുപടിയായിട്ട് ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നത്. അതിനകത്ത് പറഞ്ഞൊരു കാര്യം എന്ന് പറഞ്ഞാൽ എനിക്ക് അന്ന് വരാൻ പറ്റാത്തതിന് പേഴ്സണലായിട്ട് വേറെ കുറച്ച് കാര്യങ്ങളുണ്ട്, അതുകൊണ്ടാണ് അന്ന് വരാതെ പോയത്. അതോടെ തന്നെ എൻ്റെ അമ്മയുണ്ടെങ്കിൽ ഇത് കണക്ക് ഗർഭിണിയായത് ഒരുപാട് പേർക്ക് എന്തോ വല്ലാത്ത രീതിയിലൊക്കെ തോന്നുന്നുണ്ട്. ഞങ്ങൾക്ക് അങ്ങനത്തെ ഉള്ള ഒരു കാര്യങ്ങളും തോന്നുന്നില്ല, ഞങ്ങൾക്കുണ്ടെങ്കിൽ സാധാരണ രീതിയിൽ തന്നെയാണ് തോന്നുന്നത്, നല്ല സന്തോഷം തന്നെ എന്നുള്ള രീതിയിലായിരുന്നു അനാമിക പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഇപ്പോൾ ഒരുപാട് പേരുടെ മെൻറ്റാലിറ്റി ഉണ്ട്, ഈ പ്രായം കഴിഞ്ഞാൽ പിന്നെ ഗർഭിണിയാവാൻ പാടില്ല, അല്ലെങ്കിൽ ഇങ്ങനെ വരാൻ പാടില്ല എന്നുള്ള രീതിയിലുള്ള ഓരോരോ പഴഞ്ച മെൻറ്റാലിറ്റിയൊക്കെ ഉണ്ട്. അങ്ങനെ കൊണ്ട് ഒരുപാട് പേരുണ്ട് ഇതിനകത്തുള്ള കാര്യങ്ങൾ പറയുന്നുണ്ട്. ഇപ്പോൾ അവർക്ക് പോറ്റമുണ്ട്, കഴിവുണ്ട്, അല്ലെങ്കിൽ അതിനുള്ള ആരോഗ്യമുണ്ട്, ഈ തീർച്ചയായിട്ടും ഒരു കുട്ടിയും കൂടെ വരുന്നതിലൊന്നും ഒരു കുഴപ്പമില്ല. ചുമ്മാ സമൂഹത്തെ പേടിച്ച് അല്ലെങ്കിൽ അവരെന്ത് പറയുന്നത് പേടിച്ച് ഒന്നും ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല.